എൻ്റെ പേര് ബാഹുലേനാണ്. ധനുച്ചുരം സ്വദേശിയാണ്. ദേശീയ കായികം. ഞാൻ ഈ ലൈവിൽ വരാനുള്ള കാരണം ഈ മത്സരങ്ങൾക്കൊന്നും ഇനി പങ്കെടുക്കത്തില്ല. ഓണമെത്താൻ ഇനി ദിവസങ്ങളും നാളുകളും മാത്രം. കൊല്ലം മുതൽ കായംകുളം വരെയുള്ള മാരത്തോൺ 42 ചെയ്തിട്ടുണ്ട്. അതുപോലെ കൊട്ടാരക്കര പല സൈഡും 1500 ഓട്ടം, 800 മീറ്റർ ഓട്ടം, 400 മീറ്റർ ഓട്ടം. ഓണം അവസരത്തിന് എല്ലായിടവും മത്സരങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഈ ലൈവ് വരാനുള്ള കാരണം അതാണ്. ഈ മത്സരത്തിലേക്ക് പങ്കെടുക്കത്തില്ല. കഴിഞ്ഞ രണ്ട് മത്സരത്തിന് ഫസ്റ്റ് ഉണ്ടായിരുന്നു. 1500-ഉം 800 മീറ്ററിനും ഫസ്റ്റ് ഉണ്ടായിരുന്നു. ഈ വർഷം ഇനി പങ്കെടുക്കാൻ പറ്റില്ല. ഒരു അറ്റാക്ക് വന്നു. അതുകൊണ്ട് ഇനി മത്സരത്തിന് പങ്കെടുക്കരുത് വിട പറയുന്നുണ്ട്. ക്യാൻസർ രോഗികൾക്കോ അതുപോലെ ദുരന്തം വയനാട് പ്രദേശത്ത് നടന്ന അതിനു വേണ്ടി ചെറിയ ഓട്ടങ്ങൾ ഓടാനേ പറ്റുള്ളൂ. വലിയ ഓട്ടം സ്പീഡിൽ ഓടാൻ പറ്റത്തില്ല. ടെൻഷനും മാറും. ഈ പഴയ കാലങ്ങളിൽ ഓർമ്മിക്കുന്നു. ഓണത്തിന് വീട്ടിൽ നിന്ന് ഉണ്ണാൻ പറ്റില്ല. ഓരോ വീട്ടിൽ നിന്നാണ് ആഹാരം കഴിക്കുന്നത്. അതായത് നമുക്ക് വളരെ പറയാൻ സാധ്യതയുണ്ട്. ഇപ്പം ഇനി അങ്ങനെ പറ്റത്തില്ല. ഓരോ ഓണത്തിന് പല വീട്ടിൽ നിന്നാണ് ഉണ്ണുന്നത്. തിരുവോണം, അവിട്ടം, ചതയം ഈ ദിവസങ്ങളിൽ മാരത്തോൺ, കൊല്ലം കായംകുളം മാരത്തോൺ, അതുപോലെ തന്നെ എറണാകുളത്ത്, തൃശ്ശൂർ ജില്ലയിൽ പലയിടത്തും മത്സരങ്ങളുടെ ഒരു ബഹളം തന്നെ. കോട്ടയത്തൊക്കെ മത്സരങ്ങളുടെ ബഹളമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. ഓണം അവസരത്തെ 10-12 ദിവസം വരെ മത്സരം തന്നെ. ഏതാണ്ട് ഓണം ആഘോഷമില്ലെന്നാണ് പറയുന്നത്. ഞാൻ ലൈവിൽ വരാൻ എനിക്ക് ഒരു കഴിഞ്ഞ ക്രിസ്മസ് അടിസ്ഥാനത്തിലാണ് എനിക്ക് അറ്റാക്ക് വന്നത്. ക്രിസ്മസ് കഴിയാറായപ്പോൾ വന്ന ആ അറ്റാക്ക് വന്നതിന് ശേഷം അതിനുശേഷം വലിയ ഫോമിലല്ല. അരമണിക്കൂർ രാവിലെ നടക്കും, വൈകുന്നേരം ഒരു 10 മിനിറ്റ് നടക്കും എന്നുള്ള ഒരു ഇതാണ്. പിന്നെ എന്നും ഓരോ അസുഖം മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഞാനത് വഹിക്കുന്നില്ല. എന്നാലും നടക്കണുണ്ടെന്ന് തന്നെ പറഞ്ഞു. അറ്റാക്ക് വന്നാൽ പിന്നെ നമ്മളെ കഴിവങ്ങ് പോയി. പഴയ ടാലൻറ്റും ഇല്ല, അതുപോലെയുള്ള ഒരു ഉന്മേഷമില്ല എന്നു നമുക്ക് പറയാം. രോഗിയാവുമെന്ന് തന്നെ നമുക്ക് പറയാം. എന്നാൽ നമ്മൾ ആ രോഗം ആയാലും രോഗിയായി മടിക്കൽ എന്നാൽ പിന്നെ നമ്മളങ്ങ് താന്നു പോകും. പക്ഷെ അത് നമ്മൾ ജനങ്ങൾ മുമ്പേ നമുക്ക് അസുഖമില്ലെന്ന് കാണിച്ച് വിൽ പവറോടെ നമ്മൾ തിരിച്ചെത്തുക. ആരായിരുന്നാലും എനിക്ക് അറ്റാക്ക് വന്നുകൊണ്ടാണ് പറയുന്നത്. അതുപോലെ തിരിച്ചു വരിക. ആൾക്കാർ പലതും പറയും, സൂര്യൻ ഉദിച്ചു വരും, പട്ടികൾ കുറയ്ക്കും, സൂര്യൻ ഉദിച്ച് തന്നെ പോകും. കഴിഞ്ഞ ആഴ്ച ഞാൻ അങ്ങനെ റോട്ടിലേക്ക് കയറുന്നു. ഒരുത്തൻ പറഞ്ഞ നീ പറയണ വാർത്തയൊന്നും ശരിയല്ല, എന്ത് കുഴപ്പമൊന്നും അറിയാൻ പാടില്ല. ഞാൻ അവനോട് നീ പറ, എനിക്ക് വേണ്ടി ഞാൻ പറയണ തെറ്റായിരിക്കും, നിങ്ങൾ പറയും, അപ്പോഴറിയാമല്ലോ അതിൻ്റെ പാട്. പിന്നെ അവനൊന്നും പറയാൻ പറ്റത്തില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തണമെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ നിർത്തിയിട്ടില്ല. പക്ഷെ അതാണ് എനിക്ക് അവസാനം അബദ്ധം പറ്റിയത്. ഇത്ര കിലോമീറ്റർ തമ്മിൽ ഓടിയിട്ടുണ്ട്. ശബരിമലയിൽ ഓടിയിട്ടുണ്ട്, ഗുരുവായൂർ ഓടിയിട്ടുണ്ട്, ഇടത്തു പള്ളിയിൽ ഓടിയിട്ടുണ്ട്. ഇങ്ങനെ നിരവധി ഓട്ടങ്ങൾ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്, കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം വരെ ഓടിയിട്ടുണ്ട്. അതുപോലെ തൃക്കാക്കര ക്ഷേത്രം വരെ ഓടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സുനാമിക്ക് വേണ്ടി ഓടിയിട്ടുണ്ട്, സഹായം ചെയ്തിട്ടുണ്ട്. ക്യാൻസർ രോഗികൾക്ക് 5.5 ലക്ഷം രൂപ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ വയനാട് കടന്ന ദുരന്തത്തിന് വേണ്ടി ഓടണമെന്ന് ചോദിച്ചതാണ്. പക്ഷേ ഈ പയ്യ എന്നാലും എപ്പോഴേക്കും എൻ്റെ കഴിവുണ്ടാക്കി വയനാടിന് വല്ല സംഭാവന ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എല്ലാവരും ചെയ്യും പോലെ. നമ്മളൊരു സാധാരണ വീട്ടിൽ ജനിച്ച് വളർന്നതാണ്, പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്നതാണ്. എന്നാൽ വലിയ വീട്ടിൽ നിന്നൊന്നുമില്ല ഞാൻ വന്നത്, സ്വർണ്ണക്കരണ്ടിയിലൊന്നും ജനിച്ചതല്ല, സാധാരണ വീട്ടിൽ വന്ന്. അതുപോലെ ശബരിമലയിലായിരുന്നു, ഗുരുവായൂരായിരുന്നാലും ഓടിയിട്ടുള്ള ഞാനാണ്. പിന്നെ 2500-ലേറെ ക്ലബ്ബുകൾ മത്സരിച്ചിട്ടുണ്ട്. സംസ്ഥാന ദേശീയ മത്സരങ്ങളിൽ നിരവധി മെഡലുണ്ട്. ട്രാവൻകൂർ മാരത്തോൺ, കേരളത്തിൽ ദേശീയ മാരത്തോൺ 3 വട്ടം പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മത്സരങ്ങൾക്ക് എന്നെ പങ്കെടുത്തിട്ടുണ്ട്. വിവാദമായ സെക്രട്ടറി ഓട്ടം തിരുവനന്തപുരത്ത് ഇഷ്ടം പോലെ ഓടിയിട്ടുണ്ട്. അതെല്ലാം നമുക്ക് നോക്കാക്കിയതല്ല. ഈ അറ്റാക്ക് വരുന്ന മുമ്പ് ഇതെല്ലാം ചെയ്തതാണ്. ഇനി ഒരു മനുഷ്യൻ ഇത്ര പ്രായത്തിൽ ചെയ്യണ ഒരു വ്യക്തി ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇനിയൊരു ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയ്ക്ക് ചെയ്തിട്ടുണ്ട്. ശബരിമലയിൽ 208 കിലോമീറ്ററൊക്കെ 1.5 ദിവസം കൊണ്ടാണ് ഓടിയത്. അതിൽ ഗുരുവായൂർ 2.5 ദിവസം കൊണ്ടാണ് 367 കിലോമീറ്റർ ഓടിയത്. പാറശാല മുതൽ കാസർഗോഡ് വരെ 660 കിലോമീറ്റർ 9 ദിവസം കൊണ്ട് ഓടി. ലിംഗോ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ എൻ്റെ റെക്കോർഡാണ്. അത് ഗിന്നസിലും ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനിയൊരു താരം എത്തട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇതുപോലെ പല താരങ്ങളും എത്തട്ടെ. എൻ്റെ സമയം കഴിഞ്ഞെന്നതിന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ നൽകുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ലൈവാണ് നമ്മൾ പ്രേക്ഷകരുടെ മുന്നിൽ നൽകുന്നത്. ഇനി ഈ ഓണ മത്സരങ്ങൾക്ക് നിന്ന് ഞാൻ വിട പറയുന്നുണ്ട്. ഇനി മത്സരങ്ങൾക്ക് പങ്കെടുക്കില്ലെന്നതിന് നമുക്ക് പറയാം. ഇതുപോലെ ക്യാൻസർ രോഗികൾക്ക്, അതുപോലെ തന്നെ വയനാട് ദുരന്തത്തിന് വേണ്ടി പറ്റുവയ്ക്കൊന്ന് ചെറിയ ഓട്ടങ്ങൾ ഓടാനേ കഴിയുള്ളൂ. അല്ലാതെ മത്സരങ്ങളിൽ നിന്നും വിട പറയുന്നു. ഇനി ഞാൻ മത്സരത്തിനില്ല.
2700-ലേറെ ക്ലബ്ബുകൾ മത്സരിച്ചു. സംസ്ഥാന, ദേശീയ, അന്തർദേശീയ മത്സരങ്ങൾ നിരവധി മെഡൽ നേടി. അടുത്ത ലക്ഷ്യമെന്ന് പറയുന്നത് ഇനി മത്സരത്തിൽ നിന്നും വിട പറയാനാണ് ലക്ഷ്യം. എല്ലാവരും കാത്തിരുന്നു ഈ ആണ്ട് ഓണത്തിന് മത്സരത്തിനും. കഴിഞ്ഞാണ്ടും 2 ഫസ്റ്റ് ഉണ്ടായിരുന്നു, 800-നും 1500-നും ഓണത്തിന് ഫസ്റ്റ് ഉണ്ടായിരുന്നു. അവസാനം ക്രിസ്മസ് കഴിഞ്ഞപ്പോഴാണ് ഒരു അറ്റാക്ക് വരുന്നത്. അതോടെ പിന്നെ ഞാൻ ഓടിയിട്ടില്ല. വൈകുന്നേരം അരമണിക്കൂർ നടക്കുമെന്ന് പറയാം. ഇത്രയുമാണ് എനിക്ക് പറയാനുള്ള പ്രേക്ഷകരുടെ മുന്നിൽ. ലൈവാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ മുന്നിൽ. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ ഇനി മത്സരത്തിന് ഇല്ല, വയനാട് ദുരന്തത്തിന് വേണ്ടി ചിലപ്പോൾ ഓടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇത്രയുമാണ് എനിക്ക് പറയാനുള്ള. എൻ്റെ പ്രേക്ഷകർക്കും എൻ്റെ വീട്ടുകാർക്കും എൻ്റെ നാട്ടുകാർക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.